ചാറ്റ് ബോക്സിൽ നിന്ന് ജസ്റ്റ് എസ് ഓർ നോ ടൈപ്പ് ചെയ്താൽ മതി. ഇനി ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾക്ക് എന്നും മുറുകെ പിടിക്കേണ്ട ഒരു ആയുധമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോർഗീവ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്താൽ മതി. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈഫിലോ നമ്മളുടെ അവസാനം വരെ നമ്മൾ മുറുകെ പിടിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാരും വിട്ടുപോകരുത്. നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കാം വിചാരിക്കുക, പക്ഷെ അതല്ല. ഇതിപ്പം പറയുന്നുള്ളത് വേറെ, എഴുതുന്നത് വേറെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ അറിയാതെ ചിലപ്പം നമ്മളറിയാതെ ഒരു ദിവസം 2 ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു നന്നായി തോന്നില്ല. പക്ഷെ ഒരു ദിവസം 2 ദിവസം അങ്ങോട്ട് സ്റ്റോപ്പായി പിന്നെ നമ്മളത് സ്ഥിരമായി പോകും. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ആക്കാതെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം. കാരണം ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ എത്തിപ്പെട്ടതാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ഇനി ഫോളോ ചെയ്ത് കൊണ്ടുപോവാം. ആ ഫോളോ അപ്പിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ മാത്രമായിരിക്കാം നമുക്ക് റിസൾട്ട് ലൈഫ് ലോങ് നമുക്ക് ആ ഒരു പോസിറ്റീവ്നെസ്സിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ഫോർഗീവിനെ കുറിച്ചിട്ട്, ഫോർഗീവിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്യണ്ടായി, അല്ലെ? അപ്പൊ ഇന്നലെ നമ്മുടെ ഒരാള് ചോദിച്ചൊരു ഡൗട്ടാണ്. അവർക്ക് പല ഓർമ്മകള്, പഴയ ചില പ്രശ്നങ്ങള് അവരുടെ ഉള്ളിൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ ചിലപ്പോൾ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോയി പോകുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ, സ്ട്രെസ്, ഇതൊക്കെ നമ്മളിലേക്ക് വരാനുള്ള ഒരു സാധ്യത, ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോർഗീവ്നെസ്സിന്റെ കുറവുകളാണ്. ഫോർഗീവ് നമ്മൾ ചെയ്തു കൊടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കും ഒക്കെ നമ്മൾ ആയി പോകുന്നത്. അപ്പോൾ നിരന്തരം ഫോർഗീവ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി ആ ഒരു അവസ്ഥയിലാണ്, ആളൊന്നെങ്കിലും ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഭയങ്കര ഒരു സ്ട്രെസ്സിലാണ്, അങ്ങനെ നമ്മൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണെങ്കിലോ, നിലവിൽ നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ അത്തരം കണ്ടീഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് CBT എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. CBT ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ ഈ CBT ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പം കുറച്ച് സിവിയർ കേസ് ആണെങ്കിൽ അത് ഒരു 6 മന്ത് ഡ്യൂറേഷനൊക്കെ എടുക്കും നമ്മൾക്കത് ഫുള്ളി ക്ലിയർ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, നമ്മൾ ഓൾറെഡി ഇങ്ങനെ നമ്മുടെ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ഫിസിഷ്യനൊക്കെ രാവിലെ അറ്റൻഡ് ചെയ്യാണ്, നമ്മൾ ഓൾറെഡി ഒരു ഏകദേശം അങ്ങോട്ട് നമുക്ക് ഓക്കെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസം കൊണ്ടൊക്കെ നമുക്ക് അത്തരം സംഭവങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലപ്പുറം ഇന്നലെ ഷെയർ ചെയ്യപ്പെട്ട അവരെന്ന് പറയണത് എൻ്റെ വേറൊരു ഗ്രൂപ്പിലേക്ക്, ഞാനുള്ള വേറൊരു ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ എന്നും ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞു എല്ലാ ദിവസവും ലിങ്ക് കാണാറുണ്ട് പക്ഷെ കയറാറില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കയറാൻ കാരണമായത് നമ്മൾ മെഹർബാൻ മാമിന്റെ ആ ഫീഡ്ബാക്ക് മെസ്സേജ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾക്ക് ഞാൻ എന്നും നിങ്ങളോട് പറയണതാണ്, നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്യാം. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാത്തതിനെ കുറിച്ചിട്ടോ വെറുതെ ഒന്ന് ഊഹിച്ചിട്ടോ അല്ല, നിങ്ങൾക്ക് കിട്ടിയ ഒറിജിനാലിറ്റിയെ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ നിന്നും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് ഒരാളുടെയെങ്കിലും ജീവിതത്തിലേക്ക് മാറ്റം വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ കയ്യിലും അള്ളാഹു ഓരോ കർത്തവ്യങ്ങൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോവാനോ, പുറത്തു പോയിക്കൊണ്ട് ഒരു വർക്ക് ചെയ്യാനോ, പുറത്തു പോയിക്കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് പുറത്ത് പോവാതെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ,
നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ വീടിനകത്ത് നിന്ന് കൊണ്ടുവരാനും നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ മുതലെടുക്കാം. സ്ത്രീകളാണ് പുറത്തു പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥ സാഹചര്യമാണ് നമുക്കെങ്കിൽ പോലും നമുക്ക് ആ ഒരു സാഹചര്യത്തെ നമ്മുടെ ഒറ്റൊരു വേർഡ്സ് മതി, നമ്മുടെ ഒറ്റൊരു വാക്ക് മതി മറ്റുള്ളവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ. അങ്ങനെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വിജയിപ്പിക്കാനും രക്ഷപ്പെടുത്താനും പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, ഒന്ന് ഫോർഗിവ്നെസ്. ഇത് രണ്ട് ആയുധങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും എന്ന് പറഞ്ഞ ഈ രണ്ട് ആയുധങ്ങൾ നമുക്കറിയാം. നമ്മുടെ കിച്ചണിൽ നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? നമ്മൾക്ക് കിച്ചണിൽ കത്തി വേണം അല്ലേ? ഇനി ആ കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ആ കട്ട് ചെയ്യാൻ വേണ്ടി കട്ടിംഗ് ബോർഡ് വേണം, അതിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അല്ലേ? ഇനിയോ ബാക്കി നമ്മളിപ്പം സാധനങ്ങൾ വിലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ, അങ്ങനെ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നമ്മുടെ കിച്ചണിൽ വേണം അല്ലേ? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് നമുക്ക് മിസ്സായാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ട് വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ആ കത്തി തന്നെ ഒന്ന് മിസ്സായി എന്ന് വിചാരിക്കാം. കത്തി മിസ്സായാൽ നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ? ഇല്ല. അതുപോലെ നമുക്ക് ടൂൾസുകൾ നമ്മുടെ ലൈഫിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈഫിലേക്ക് ഒരുപാട് ടൂൾസുകൾ ആവശ്യമാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ കളർഫുള്ളായി ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ട് നടക്കേണ്ട രണ്ട് ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഫോർഗിവ്നെസ്. നമ്മളിപ്പോ ഇങ്ങനെ അൽഹംദുലില്ലാ പറയുന്ന എല്ലാ ദിവസവും എല്ലാത്തിനും നമ്മൾ അൽഹംദുലില്ലാ പറയുന്ന എന്നുള്ളതല്ലാതെ ആ ഒരു അൽഹംദുലില്ലാ നമ്മൾ പറയുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ്. നമ്മളുടെ നാവ് കൊണ്ടല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കുക. ഹൃദയം കൊണ്ടുള്ള പറച്ചിലും നാവ് കൊണ്ടുള്ള പറച്ചിലും രണ്ടും രണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് പറയാ, നാവ് കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജിസ്റ്റോ നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ? നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്, ഒരുപാട് വേദനകൾ വരുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന പല സാഹചര്യങ്ങളിലെയും ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ട് അല്ലെ? സാമ്പത്തികമായിട്ട് നമുക്ക് ചിലപ്പം ഒരുപാട് പ്രതിസന്ധികളായിരിക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഗൾഫിലെ യുദ്ധം വരികയാണ്, അത് അനുബന്ധിച്ച് നാട്ടിൽ ഒരുപാട് പ്രതിസന്ധി ആയിരിക്കാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികൾ, ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രതിസന്ധികളെ തരിക എന്നുള്ളത് തന്നെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറയണ്ടായി. ആ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള, ഇനി എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ നോക്കുന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അൽഹംദുലില്ലാ നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെ? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നില്ല? നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ നമ്മളിലേക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്കത് ലഭിക്കാതെ പോകുന്നുള്ളത് നമുക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ നിസ്കാരപ്പായിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിക്കൊണ്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയ സമയം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ചോദിക്കുന്ന വ്യക്തികളോട് നമ്മൾ നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന, ശാരീരികമായിരിക്കുന്ന, മാനസികമായിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും അങ്ങോട്ട് തുറന്നു പറയും. അത് പറയണ്ട എന്നല്ല, നമുക്കുണ്ടാവുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ നമ്മൾ പറയണം. ആരോടാണ് നമ്മൾ പറയേണ്ടത്? നമ്മൾ പറയേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ സന്നദ്ധതയായിരിക്കുന്നുള്ളത് അവരോടായിരിക്കണം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറിയിക്കേണ്ടത്. അല്ലാതെ എല്ലാവരോടും കൂടിയിട്ട് നമ്മൾ ഇതിനെ അറിയിച്ചിട്ട് കാര്യമുണ്ട്? ഇല്ല. അതല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം കൊണ്ടുവരാം, ഞാൻ എൻ്റെ റബ്ബിനോട് ഇത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ റബ്ബിനോട് ഇത് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് ഇതെനിക്ക് തരും, എൻ്റെ റബ്ബ് എനിക്കിത് തരും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടുക. ഇനിയോ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ദുആ ചെയ്യുന്ന പലതും
നമുക്ക് വേണ്ടതാണോ വേണ്ടത്തതാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്നലെ പറയണ്ടായി, നമ്മളൊരു യാത്രയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മളൊരു ഇന്റർവ്യൂ ആഗ്രഹിച്ചു പോയി, ആ ഒരു ബസ് മിസ്സായാലുണ്ടാവുന്ന ഫീലിങ്സ്, അവസാനം നമുക്ക് അറിയപ്പെടുമ്പോഴുണ്ടാവുന്ന ആ ഒരവസ്ഥ. അപ്പൊ നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ, നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ നാം ചോദിക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന, നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാത്തിനും നമ്മൾ ചോദിക്കും. നമുക്ക് ആഗ്രഹിക്കുന്നത് എല്ലാത്തിനും നമ്മൾ ചോദിക്കും. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാത്തിനും നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ലഭിക്കേണ്ടതാണോ, ഇത് ലഭിച്ചാൽ നമുക്ക് ഉപയോഗമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പലതിനെയും കണ്ട് ആഗ്രഹിച്ചായിരിക്കാം നമ്മൾ ചോദിക്കുന്നത്. ഈ ചുറ്റുപാടുമുള്ള കണ്ട് ആഗ്രഹിച്ച അത്തരം അവർ ഉപയോഗിച്ച് അവർ സക്സസ് ആയി കാണുന്ന സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹു തരില്ല. കാരണം ഒരാൾക്ക് ആക്ട് ആയത്, ഒരാൾക്ക് അനിവാര്യമായത്, ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയത് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. അത് അവർക്ക് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ അതിനെ കുറിച്ചിട്ടുള്ള ബോധം നമ്മൾക്കുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ചതും പലതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നുള്ളത്. ചിലപ്പോൾ നമുക്കത് തടഞ്ഞു വെക്കുന്നുള്ളത് ഡയറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും വ്യക്തികൾ വന്നുകൊണ്ട് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വന്നുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടു എന്ന് തോന്നിയിരിക്കുന്ന, നമ്മൾ എടുക്കാനിരിക്കുന്ന വസ്തുക്കൾ നമ്മളിൽ നിന്നും തട്ടി മാറ്റപ്പെടുമ്പോഴായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സാധനങ്ങൾ കളവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. ചിലപ്പോഴെങ്കിലും നമുക്കറിയാം, കുടുംബപരമായി വരുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നും ചിലപ്പം പല വിഹിതങ്ങളും നമുക്ക് ലഭിക്കേണ്ടത് കിട്ടാതെ പോകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ നമുക്കിത് ലഭിക്കാതെ പോയത് അത് നമുക്ക് ലഭിക്കാതിരിക്കലായിരിക്കാം ഹൈറ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലുള്ള 2 വയസ്സോ 3 വയസ്സോ ആയ ഒരു കുട്ടി, നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഒരു കത്തി എടുത്ത് നമ്മളിങ്ങനെ പച്ചക്കറിയോ ഫിഷോ ചിക്കനോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 or 3 വയസ്സായ ഒരു കുട്ടി നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തിക്ക് ചോദിക്കുകയാണെങ്കിൽ, ആ സാധനങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ കട്ട് ചെയ്യാം ഉമ്മ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതേപോലെ അവരിലേക്ക് ആ കത്തി എടുത്തു കൊടുക്കൂ, ആ സാധനം എടുത്തു കൊടുക്കും. എന്നാൽ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ഉമ്മ ഇത് മുറിക്കുന്നുണ്ടല്ലോ, ഉമ്മ ഈ സാധനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, ഉമ്മ ഇത് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് നൽകാത്തത് എന്ന്. പക്ഷെ ഇവിടെ നമുക്കറിയാൻ വേണ്ടി പറ്റൂലേ, നമ്മുടെ കുട്ടിക്ക് ഇത് കൊടുക്കേണ്ട സമയം ആയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ രക്ഷിതാവായ അള്ളാഹുവിനറിയാം നമുക്കിത് നൽകേണ്ട സമയമായിട്ടുണ്ടോ, നമുക്കിത് നൽകാനുള്ള പാകപ്പെട്ടിട്ടുണ്ടോ. അപ്പൊ നമുക്കിത് നൽകാനും നമ്മൾക്കിതിനെ സ്വീകരിക്കാനും നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഒരു ടൈം ആവുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മളിലേക്ക് അത് എത്തിപ്പിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മളിലേക്ക് അത് ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്കത് ലഭിക്കാത്തതിന്റെ കാരണം ഒന്നുകിൽ നമുക്കത് ലഭിക്കേണ്ട സമയമായിട്ടില്ല, ഒന്നുകിൽ നമ്മൾക്കത് ലഭിക്കാനുള്ള അർഹതയിലേക്ക് എത്തിയിട്ടില്ല. അതല്ലെങ്കിൽ അത് നമുക്ക് ലഭിച്ചാൽ നമ്മൾ ചിലപ്പോഴെങ്കിലും എന്തായി പോവാം, നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അത് ലഭിച്ച കാരണം കൊണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും എനിക്കിത് കിട്ടേണ്ടതാണെങ്കിൽ എന്റെ റബ്ബ് ഇത് എനിക്ക് തരുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചിട്ട് കഴിയുമ്പോഴും ഇപ്പൊ ഇതൊക്കെ നമുക്ക് വിധിച്ചതല്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ പോലും നമുക്കത് ലഭിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് നൽകാൻ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എത്തിപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥന എന്ന് പറയുന്നുള്ളത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ ഒരു ടൈമിൽ അങ്ങോട്ട് ഉണ്ടാവേണ്ടതല്ല. എല്ലാ സമയത്തും നമ്മുടെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കേണ്ട, ഹൃദയത്തിൽ തൊടുത്തിരിക്കേണ്ട, ഹൃദയത്തിൽ ഓർമ്മകളായി നിൽക്കേണ്ട ഒന്നാണ്. അങ്ങനെ എന്നും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥനകൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ നിറച്ചിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ കാണുന്ന സമയത്തോ മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്തോ മറ്റുള്ളവർ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സമയത്തോ ഒന്നും നമുക്ക് വേദനകൾ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് വേദനകൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടായി, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുള്ളത് ഒരു അനസ്തേഷ്യയാണ് എന്നുള്ളത്. അങ്ങനെ ആ ഒരു അനസ്തേഷ്യ
എന്നും നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു വ്യത്യസ്തമായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്താതലത്തിൽ പുറത്തു നിന്ന് വരുന്ന ഏത് സംഭവമായിക്കോട്ടെ അത് നമ്മളെ മാനസികമായിട്ടും വിഷമിപ്പിക്കും. ഇങ്ങനെ പുറത്തു നിന്ന് വരുന്ന സംഭവങ്ങൾ നമ്മളെ മാനസികമായി വിഷമിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് നമ്മുടെ അകത്തളത്തിൽ അത്രമാത്രം ഡീപ്പായ മുറിവില്ലാതിരിക്കണമെങ്കിൽ, ഇനി അത് ഡീപ്പായ മുറിവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ആ മുറിവ് നമ്മളെ വേദനിപ്പിക്കുന്നതെ, ആ മുറിവ് കൊണ്ട് ആ മുറിവുമ്പോഴും ആ മുറിവിൽ വെച്ച് ഒരു സമാധാനം, ആ മുറിവിനെ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനസ്തേഷ്യ നൽകിയിരിക്കണം. നമുക്ക് വേദന, നമുക്ക് എല്ലാവർക്കും അറിയില്ല, നമ്മളെല്ലാവരും ഡെലിവറി കഴിഞ്ഞവരാണ്. നമുക്ക് എത്രമാത്രം വേദനകളുണ്ട് നമ്മളുടെ ഒരു ഡെലിവറി സമയത്ത്. ഉം. ഒരു നോർമൽ ഡെലിവറി സമയത്ത് നമുക്ക് എത്രമാത്രം പെയിൻ ഉണ്ടെന്നത് നമുക്കറിയാം. സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം അല്ലെ. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഈ വേദനകൾ രണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, വീണ്ടും നമ്മൾ ഒരു കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അവിടെ ആ വേദനകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ വേദനയ്ക്കപ്പുറത്തേക്ക് നമുക്ക് ഒരു സന്തോഷം ലഭിക്കാനുണ്ട്. ഈ വേദന സഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ കുട്ടിയെ കിട്ടുള്ളൂ അല്ലെ. വേദന സഹിക്കാതെ നമുക്ക് കുട്ടിയെ കിട്ടുമോ? നമുക്കറിയാം, നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ആവണത് വരെ ഈ 9 മാസവും നമ്മൾ അനുഭവിക്കുന്ന അല്ലെ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല അല്ലെ. ഇങ്ങനെ നമ്മൾ എത്രമാത്രം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മൾ അനുഭവിച്ചാൽ പോലും നമുക്ക് നമ്മുടെ കുട്ടിയെ കാണുന്ന സമയത്ത് ആ കുട്ടിയോടുള്ള സ്നേഹം, നമുക്ക് വീണ്ടും ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം, ഇതെന്തുകൊണ്ട്? ആ വേദനയെ നമ്മൾ ഓവർകം ചെയ്യാണ്. ആ വേദന നമുക്കൊരു വേദനയെ ഫീൽ ആവുന്നില്ല അല്ലെ. ആ വേദന നമുക്ക് ആ സമയത്ത് വേദനയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമ്മൾ അതിജീവിക്കുകയാണ്. കാരണം അതിന്റെ അപ്പുറത്തുള്ള റിസൾട്ട് നമ്മൾക്ക് ഇവിടെ പ്രത്യക്ഷത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ആ കുട്ടിയെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും പിന്നാരിക്കാനും നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള നമ്മളുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നുള്ളതും. നമ്മുടെ ഈ ഒരു യാത്ര, നമ്മൾ പറഞ്ഞു ആലമൽ അർവാഹിൽ വെച്ച് നമ്മൾ തുടങ്ങിയ ഈ ഒരു യാത്ര, ഈ ഒരു യാത്രയുടെ അവസാനം എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പൊ ആലമൽ അർവാഹിൽ വെച്ച് തുടങ്ങിയ യാത്ര സ്വർഗത്തിലേക്ക് വെച്ച് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ പല വേദനകളും പല ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലെ. ഒരു യാത്രയാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, യാത്രക്കിടയിൽ ചിലപ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടാവാം, ചിലപ്പോൾ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. യാത്രക്കിടയിൽ ചിലപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവാം, ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലെ. അങ്ങനെ നമുക്ക് യാത്രക്കിടയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ലൈൻ ബസ്സിലൊക്കെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളൊരു ട്രെയിനിലാണ് പോവുകയാണ്, ബുക്കിംഗ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു യാത്രയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു യാത്രയിൽ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ജേണി, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികൾ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നമുക്കൊന്നും അല്ലാതെ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങേത്തലയിലുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണണം, അത് നമ്മൾ അറിയണം, അത് നമ്മൾ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ആ സ്വർഗത്തിൽ നമ്മൾ കാണേണ്ടത് ആരെ? അവിടെ നമ്മൾ പോയി കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് ആരെയാണ്? നമുക്ക് നമ്മുടെ റബ്ബിനെ കാണണം അല്ലെ. നമ്മുടെ മുത്ത് റസൂലിനെ കാണണം അല്ലെ. നമുക്ക് നമ്മുടെ റബ്ബിനെയും മുത്ത് റസൂലിനെയും കാണാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പൊ അള്ളാഹുവിനെ കാണാനുള്ള, ഇനി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരികയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രയാസമല്ല, എനിക്ക് എന്റെ റബ്ബിനെ കാണാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാകപ്പെട്ട് വരുന്ന സമയത്ത് ഇൻഷാ അള്ളാ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ, നമ്മുടെ മുന്നിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളെ ആര് വേദനിപ്പിച്ചാലും അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷാ അള്ളാ നമുക്ക് ചെറിയൊരു പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. പ്രോസസ്സിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ.
ഓക്കെ, അപ്പോൾ സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കുക. എല്ലാവരും എല്ലാ ജോലികളും നിർത്തിയിട്ട് കുറച്ച് സമയം ഇവിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവാക്കുന്ന രീതിയിൽ ഇരിക്കുക. ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം കണ്ണുകൾ രണ്ടും അടയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളും പുറത്തു പോകുന്നത് ഫീൽ ചെയ്യാം. Once again, breathe in, hold it, breathe out. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ഒരു സ്വർണ്ണ പ്രകാശം പോലെ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ വയറിന്റെ ഭാഗം അത് മുഴുവനും ഫുൾ ഫില്ലാവുന്നത്, നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തും ഫുൾ ഫില്ലാവുന്നത് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങളിൽ നിന്നും ഒരു കറുത്ത പുകയായി ശ്വാസത്തിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശരീരത്തിലെ സ്വർണപ്രകാശം മെല്ലെ ആ കാലുകളിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ കാലുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മുട്ടുവേദന, അങ്ങനെ ഒരുപാട് വേദനകൾ, ഉപ്പൂറ്റി വേദന, അങ്ങനെ ഉണ്ടാവുന്ന വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവാം. ആ വേദനകളെല്ലാം ഈ ഒരു പ്രകാശത്തിന്റെ തലോടലോടുകൂടി ആ വേദനകൾ പൂർണ്ണമായും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. നിങ്ങളുടെ രണ്ട് കാലുകളും നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിന് വേണ്ട സപ്പോർട്ട് നൽകുന്നു. നിങ്ങളുടെ രണ്ട് കാലിനും നല്ല പവർ, ശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ ഇടുപ്പ് ഭാഗത്തേക്ക് കൊണ്ടുവരാം. അവിടെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ, വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സ്വർണപ്രകാശം അവിടെയും തലോടിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എവിടെയാണോ നിങ്ങളുടെ ശരീരത്തിൽ പ്രയാസമുള്ളത്, നിങ്ങളുടെ ബാഹ്യാവയവത്താണോ, നിങ്ങളുടെ ആന്തരിക അവയവത്താണോ, നിങ്ങൾക്ക് ആ പ്രയാസം അനുഭവപ്പെടുന്ന ഭാഗം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ, അവിടെയുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും റിലീസ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലാണ്. നിങ്ങളുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് തന്നെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിച്ച ചില നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അതിനെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ പറയാം, എൻ്റെ പരിമിതികളെ ഞാൻ മറന്നുകൊണ്ട് ഭൂതകാലത്തിൽ എനിക്ക് പറ്റിയ തെറ്റുകൾക്കും വീഴ്ചകൾക്കും ഞാൻ എന്നോട് തന്നെ പൂർണ്ണമായും ക്ഷമ ചോദിക്കുന്നു.
ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, എനിക്കെന്നെ വളരെ വളരെ ഇഷ്ടമാണ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ കാരണം നിങ്ങൾക്കുണ്ടായ വേദനകൾ, ആ വേദനകളെ പൂർണ്ണമായും നിങ്ങളിൽ നിന്നിപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ, അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ആവാം. അത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തികൾക്ക് ഞാൻ ആ വ്യക്തിയെ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ പൂർണ്ണമായും റിലീസ് ചെയ്യുന്നു. ആ വ്യക്തി കാരണം എന്നിലുണ്ടായ വേദനയെ, ആ വ്യക്തി കാരണം ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു കൊണ്ടുണ്ടായതിനെ ഞാൻ പൂർണ്ണമായും എന്നെ റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിൽ പറയാം, ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ച എന്നത് സത്യമാണ്. എന്നാൽ ആ വേദനയുടെ ഭാരം ഇനി ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ സമാധാനത്തിനായി ഞാൻ നിങ്ങൾക്ക് ക്ഷമ നൽകുന്നു. ആ സംഭവങ്ങളിൽ നിന്നും ഞാൻ മുക്തനാവുന്നു. നിങ്ങളെ ഞാൻ എന്നിൽ നിന്നും മോചിപ്പിക്കുന്നു. നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പ്രയാസമോ വേദനയോ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ള ആരുടെയെങ്കിലും ഹൃദയത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥമായും ക്ഷമ ചോദിക്കാം. എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ എന്തേലും കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായും ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതിനെ അവിടെ നിന്നും വിട്ടു തന്ന് എന്നെ ഫ്രീ ആക്കി തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായും ചോദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരു ഭാരമില്ലാത്ത ശാന്തമായ ഒരവസ്ഥയിൽ ഫീൽ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇതുവരെ ചേർത്ത് വെച്ചിരുന്ന, കൊട്ടിവെച്ചിരുന്ന എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ നിങ്ങളിപ്പോൾ പൂർണ്ണമായും ഒരു ഭാരമൊഴിഞ്ഞ, ഒരു ഒഴിഞ്ഞ പാത്രമായി, ഒരു കാലിപാത്രമായി, ശൂന്യമായ, അത്രയും ഫ്രീ ആയിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നുള്ളത്. നിങ്ങളുടെ വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് എന്നെ ചിന്തിപ്പിക്കാനും ഇതിലേക്ക് എന്നെ വർക്ക് ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് കുറച്ചു സമയം റബ്ബുമായി മനസ്സുകൊണ്ട് സംസാരിക്കാം. മെല്ലെ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾക്ക് മെല്ലെ തിരിച്ചു വരാം. കൈകൾ തന്നെ സ്ക്രബ് ചെയ്ത് മുഖത്തിന് നേരെ സ്പർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെയും കാണുന്നില്ല, ആരെയും കേൾക്കുന്നില്ല, ആരെയും റെസ്പോണ്ട് ഇല്ല. ചാറ്റ് ബോക്സിലും എന്തേലും ഒരു റെസ്പോണ്ട് അറിയിക്കുക. ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? ജസ്റ്റ് എന്താണ് നിങ്ങളുടെ ഫീല്?
ഓക്കെ ഇൻഷാല്ല. അപ്പം നിങ്ങളാരും പ്രത്യേകിച്ചിട്ടൊന്നും പറയുന്ന കാണുന്നില്ല. ഇൻഷാല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് വൺ പറയാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ടാക്കി പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരും കേൾക്കുന്നില്ലേ? ഒരു റെസ്പോണ്ടും കാണുന്നില്ല. എല്ലാവരും ഉറങ്ങിയോ പെട്ടിഷൻ ചെയ്തിട്ട്? കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഉണ്ടല്ലോ ഇൻഷാല്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മെഹർബാൻ മാം എന്നും ആക്റ്റീവ് ആയിരിക്കുന്ന ക്യാമറ ഓൺ ആക്കിയിരിക്കുന്ന ആളിന് എന്ത് പറ്റി? എന്തെങ്കിലും തിരക്കിലാണോ? തിരക്കിലൊന്നുമല്ല. ഓക്കെ ഇൻഷാല്ല. എന്നാ on. ഓക്കെ ഓക്കെ ഇൻഷാല്ല. എന്നും നിങ്ങളെ ഫേസ് എന്നും കാണാറുണ്ടല്ലോ, അൽഹംദുലില്ലാ. ആ ചിരിക്കുന്ന മുഖം കാണുമ്പോ തന്നെ ഉണ്ടല്ലോ ക്ലാസ് എടുക്കാൻ എന്തോ ഒരു എനർജി ഉണ്ടാവും. ആരും വന്നില്ല, നിങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവാറുണ്ട്. ഓക്കെ ഇൻഷാല്ല. എങ്ങനെയുണ്ട് വേദനകളൊക്കെ? ഇൻഷാല്ലാ എന്നും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. മാറി മാറി പിന്നെ ഏകദേശം ഫുള്ള് ആവാനായി. ഒരു 5% കൂടി അൽഹംദുലില്ലാ. ഭംഗിയുണ്ട്. നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഇതിങ്ങനെ തൊലി പോരാനുണ്ട് ഈ രണ്ട് കാലിലും. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മാറി. അൽഹംദുലില്ലാ എല്ലാം സുഖമായി. അൽഹംദുലില്ലാ. ഞാൻ രണ്ട് കാലം കൊണ്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. തീർച്ചയായിട്ടും ഒക്കെ സുഖമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവിടെ നിന്നാണോ ഷിഫ ഉദ്ദേശിക്കണമെന്ന് അറിയില്ലല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്നും ഉം. പൂർണ്ണമായും ആ ഷിഫയിൽ അള്ളാഹു ഇനി ആയുസ് തീരുന്നത് വരെ നിലനിർത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടിയിട്ട് എന്നും നമ്മുടെ ആമീൻ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ് എന്നും കൂടെ കൊണ്ടുപോകാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ നിങ്ങൾ ചെയ്തല്ലോ EFT ചെയ്തല്ലോ, അതും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേക്ക് അതും ഫോളോ ചെയ്ത് പോകും സ്പെസിഫിക് ആയിട്ട് വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി പേ അല്ലേ. ഇങ്ങനെ നിങ്ങളുടെ ഒരു റിസൾട്ട് ഉണ്ട് എന്ന് ആ. പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അൽഹംദുലില്ലാ ഒരുപാട് ഉം. സന്തോഷമാണ്. നമുക്ക് ഇരുന്ന ഒരു ടൈം ഒരു ഉപകാരപ്പെട്ടല്ലോ അല്ലെ. അൽഹംദുലില്ലാ എല്ലാവർക്കും അത് ഉം. ഉപകാരപ്പെടും. ഓരോരുത്തർക്കും ആവശ്യങ്ങൾ ഉണ്ടാവാം, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ അസ്സലാമു ശരി. അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.